ക്രിസ്ത്യ ജീവിതം വിജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ, ക്രിസ്ത്യ ജീവിതത്തിന്റെ എല്ലാ നന്മകളും അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. മറ്റൊന്നുമല്ല, ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം. ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ മാത്രമേ ക്രിസ്ത്യ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുള്ളൂ. ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ജീവിച്ചാൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. ഏറ്റവും വലിയ കാര്യം അതാണ്. അപ്പൊ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കണമെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കണം, സംസാരിക്കണം. അവിടെയാണ് അതിന്റെ വിജയം കിടക്കുന്നത് എന്ന് പറയാനിട വന്നു. അപ്പൊ കർത്താവിന്റെ സംസാരം കേൾക്കണമെങ്കിൽ കർത്താവിനോട് പറ്റിച്ചേരാൻ എന്താണ് വഴിയെന്ന് ഞാൻ പറയാനിട വന്നു. ഒരു കാര്യം പറയാന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം പറഞ്ഞു. എത്രത്തോളം സ്തുതിക്കാൻ പറ്റുമോ അത്രത്തോളം സ്തുതിക്കുമ്പോൾ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെയാണ് ആ സാന്നിധ്യം നമുക്ക് ക്ലോസ്നെസ് കിട്ടുന്നത്. ആ സ്തുതിക്കുന്നതിന്റെ ഒപ്പം തന്നെ ദൈവം നമ്മളിൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ബന്ധം വരും. ആ കണക്ഷൻ കിട്ടിയാൽ മാത്രമേ ദൈവത്തിന്റെ ശബ്ദം കേട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്ത്യ ജീവിതം ഒരു വിധത്തിലും യാതൊരു അർത്ഥവുമില്ല, വേസ്റ്റാ. എന്തോ ഒരു ഫിലോസഫിയിൽ തോട്ട് മാത്രമാണ്. നമുക്ക് ഒട്ടും താല്പര്യമില്ലാതെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇട്ടുപോകും. അതിന് ഇടം വരാതിരിക്കണമെങ്കിൽ ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അത് വ്യക്തിപരമായ കണക്ഷൻ ഉണ്ടാക്കണം, ക്ലോസ്നെസ് വരണം. അതിന് ഒന്നാമത്തെ വഴി ഞാൻ പറഞ്ഞു. രണ്ടാമതൊരു വഴി എന്ന് പറയാം, പ്രശ്നിക്കുന്നതല്ല, അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്നത്. എന്നാൽ രണ്ടാമതൊരു വഴി, നിങ്ങൾക്ക് കർത്താവുമായിട്ട് ക്ലോസ്നെസ് കിട്ടാനുള്ള അടുത്ത വഴി ഞാൻ പറഞ്ഞത്, കണ്ണുനീര് കണ്ടാൽ മറികടന്നു പോവില്ല. കണ്ണുനീര്, അതായത് കരയാൻ പറ്റുമെങ്കിൽ, ദൈവസന്നിധിയിൽ നിന്ന് ഇരുന്ന് കരയാൻ പറ്റുമെങ്കിൽ കർത്താവ് അടുത്തോട്ട് വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അവിടെ യബോക്ക് കടവിന്റെ തീരത്ത് ഒരു മനുഷ്യനിരിക്കുന്നുണ്ട്, വ്യസനിച്ചിരിക്കുക. ആ മനുഷ്യന്റെ പേര് യാക്കോബ് എന്നാ. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ വന്നൊരു അറിയിപ്പ് കൊടുത്തു, 400 പേരുമായിട്ട് നിന്റെ ജ്യേഷ്ഠൻ ഏശാവ്, സഹോദരൻ, ജ്യേഷ്ഠൻ എന്നൊക്കെ പറയാൻ പറ്റില്ല, സഹോദരൻ വരുന്നുണ്ട്. പിന്നിൽ ലാവാനും വരുന്നുണ്ട്. ലാവാന്റെ പ്രശ്നം ഏതാണ്ട് ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടത് 400 പേരെ നാവ് വരുന്നു, ഒരുമിച്ച് വരികയാണ്. ഇത്രയും വലിയ പ്രതിസന്ധി വന്നു. ഇതുവരെ നേടിയതും അധ്വാനിച്ചതും എല്ലാം പോകും, സകലം നഷ്ടപ്പെടും, താൻ ഒറ്റയ്ക്കാവാൻ പോവുകയാണ്. ഗതികേട് വന്നപ്പോ അദ്ദേഹത്തെ എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം, 2 ഗ്രൂപ്പായി തിരിച്ച് പറഞ്ഞു വിട്ടതിന് ശേഷം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ പേര് മല്ലുപിടുത്ത പ്രാർത്ഥന എന്നാണ് അവർ പറയുന്നത്. അവിടെ ഞാൻ പറയുന്ന പ്രാർത്ഥനയുടെ കാര്യമാണ് പറയുന്നത്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളൊന്ന് കരയാൻ തുടങ്ങിയ നമ്മുടെ അടുത്ത് വരും ദൈവസാന്നിധ്യം. അനുഭവിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നന്നായി ഒന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു നോക്കിയേ, കർത്താവിന്റെ സാന്നിധ്യോടെ വരും. നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യം ഇല്ല എന്നാ. കർത്താവിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. ബഥേലിലെ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്കറിയാം, യാക്കോബിനെ അറിയില്ലായിരുന്നു അവിടെ ദൈവസാന്നിധ്യം ഉണ്ടെന്ന്. പക്ഷെ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. ആ കാട്ടില് ഗോവണി വെച്ച് ദൂതന്മാർ കയറി ഇറങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. കയറുകയെന്ന് പറഞ്ഞപ്പോ അവിടെ ഓൾറെഡി അവിടെ ഉണ്ടെന്ന് അർത്ഥം. താഴേന്ന് മുകളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവൻ കിടന്നിടത്ത് ഉറങ്ങുന്നിടത്ത് തിരുസാന്നിധ്യം ഉണ്ട്. പക്ഷെ ദൈവം ഇവിടെ ഉണ്ട്, സത്യം ഞാനോ അറിഞ്ഞില്ല. നമ്മുടെ കുഴപ്പമെന്താ, അറിയുന്നില്ല. ഈ തിരുസാന്നിധ്യം നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്ത്യ ജീവിതം വിജയിക്കുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം, എങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. ഇല്ലെങ്കിൽ അത് വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് കഴിയണമെങ്കിൽ അതിനൊരു വ്യക്തത ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന, അതിൽ കണ്ണുനീര് വരണം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് പ്രസംഗം കേട്ട് കൈയടിച്ച് പോകുന്നതിനേക്കാളൊക്കെ ഉപരി കരയാൻ പറ്റിയ, ഞാൻ പ്രസംഗം വിജയിച്ചു എന്ന് ചിന്തിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രത്തോളം ആവേശത്തോടെ ജനങ്ങളെ കൈയടിച്ച് ആത്മാവിൽ നിറഞ്ഞെന്നല്ല ഞാൻ നോക്കാതെ, ആരെങ്കിലും കരയുന്ന കണ്ടാൽ എനിക്ക് മനസ്സിലായി ആ പ്രസംഗത്തിലെ ദൈവശക്തി വ്യാപരിച്ചു, തിരുസാന്നിധ്യം അവിടെ നിറഞ്ഞു എന്ന് അപ്പോഴേ എനിക്ക് ബോധ്യം വരും. അല്ലാത്തതൊന്നും ആര് അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞാലും, നന്നായിരിക്കണം പ്രസംഗം എന്ന് പറഞ്ഞാലും ഫീൽ ചെയ്യാറില്ല. കാരണം അത് നന്നായിരിക്കണം എന്ന് പറഞ്ഞത് വെറും ഇന്റലക്ച്വലാണ്. പ്രസൻസ് ഓഫ് ഗോഡൊന്നും കിട്ടിയിട്ടില്ല, വചനത്തിന്റെ ജീവനും കിട്ടിയിട്ടില്ല, ചൈതന്യവും കിട്ടിയിട്ടില്ല എന്നർത്ഥം. ജീവനും ചൈതന്യവും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ അധികാരം കഴിഞ്ഞു പോകും. കണ്ണുനിന്ന് കണ്ണുനീര് വരും, ഒരു സമർപ്പണം വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് കർത്താവിന്റെ സാന്നിധ്യം കിട്ടും. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം കിട്ടാൻ വേണ്ടി മറ്റൊരു മാർഗം ഞാൻ പറയുന്നു, കരയണം. അപ്പോൾ ദൈവത്തിന് സാന്നിധ്യം കിട്ടി. ദൈവത്തിന് സാന്നിധ്യം കിട്ടിയ എന്താ ഗുണം? 2 ഗുണമുണ്ട്. സ്പർശനം കിട്ടി. യാക്കോബിന് എന്താ സംഭവിച്ചത്? തൊട്ടു, അവനൊന്ന് തൊട്ടു.
ഇത് റിയലായിട്ട് സംഭവിക്കുന്നു. കർത്താവ് അല്ലെങ്കിൽ കർത്താവിന്റെ ദൂതൻ തിരുസാന്നിധ്യം നമ്മളെ ടച്ച് ചെയ്യുന്നത് ഫീൽ ചെയ്യും. അപ്പൊ ശബ്ദം കേൾക്കല് മാത്രമല്ല, ദൈവമക്കളെ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, മറ്റൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് വേറൊന്നുമല്ല, ഒരു സ്പർശനം നമുക്ക് അനുഭവിക്കാൻ കഴിയും. സ്പർശനം കിട്ടിയാലത്തെ കൊണ്ട് നമുക്കറിയാലോ അല്ലേ? കുഷ്ഠരോഗമാണെങ്കിൽ ഒന്ന് തൊട്ടാൽ മതി, ശുദ്ധമായി തീരും. രക്തസ്രാവമാണെങ്കിലും രോഗങ്ങളൊക്കെ അപ്പോഴേ സൗഖ്യമാവും. ഇത് നമ്മൾ അനുഭവിച്ചറിയുന്നത് മിക്കവാറും രോഗം വരുന്ന സമയത്താണ്. ഈ സ്പർശനം നമ്മൾ കൃത്യമായിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിച്ചത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ക്രിസ്ത്യൻ ജീവിതത്തെ എൻ്റെ ബാല്യം മുതൽ ഈ കർത്താവിനോട് പ്രിയം തോന്നാനുള്ള കാരണം, വിട്ടുവരിയാത്ത സ്നേഹം കിട്ടിയത്. ഇത് ദൈവമക്കളെ കിട്ടണമെങ്കിൽ കാലയണം. ഞാൻ ഇവിടെ പലവട്ടം പറഞ്ഞിട്ടുള്ളതൊക്കെ ആവർത്തിച്ച് വരുന്നതുകൊണ്ടോട് പ്രയാസം വരുന്നു. പക്ഷെ നിങ്ങൾ മറന്നു പോകുന്നതുകൊണ്ടാണ്. എന്നാലും ഞാനേ പറയാം. എനിക്ക് കലശലായൊരു വയറുവേദന വന്ന് ഞാൻ നിലവിളിക്കുന്നൊരു സന്ദർഭം ഉണ്ടായി. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയമാണ്. ഭയങ്കര വയറുവേദന, ഈ ഒരു സൈഡിൽ വന്ന് പെൻഡിക്സിൻ്റെ എന്തോ പോലത്തെ ഒരു വല്ലാത്തൊരു വേദന വന്ന് അതികഠിനമായ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചികിത്സിക്കാനൊന്നും പോകാത്തൊരു കാലഘട്ടമാണ്. ഭയങ്കരമായിട്ട് വേദന വന്ന് പ്രയാസം വന്നു. എൻ്റെ കണ്ണുനീര് കണ്ടിട്ട് എൻ്റെ ഇളയ പെങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അവൾക്ക് ആകെ വിഷമം വന്ന് കണ്ണുനീരോടൊരു പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചു. ആമയും പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. ആ വേദന അപ്പോഴേ സ്റ്റോപ്പായിപ്പോയി. ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് അങ്ങനെ ഒരു വേദന വന്നിട്ടേ ഇല്ല. ഇത് അനുഭവ. പ്രാർത്ഥിച്ചാൽ കണ്ണുനീര് കണ്ടാൽ മറികടന്ന് പോകാത്ത ദൈവത്തിന്റെ ഒരു സ്പർശനം അവിടെ വന്നു. ആമയും പറഞ്ഞതിന് മുമ്പ് ആരെ തൊട്ടോ പോലെ എനിക്കൊരു ഒരു തണുപ്പ് അവിടെ അനുഭവപ്പെട്ടു. അതങ്ങ് മാറിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ദൈവമക്കളെ നമ്മുടെ അനുഭവമാണ്. ക്രിസ്ത്യൻ ജീവിതം എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കാൻ പറ്റണം, അവന്റെ സ്പർശനം അനുഭവിക്കാൻ പറ്റണം, എങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ, ആ യാക്കോബിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം, ഒന്ന് കണ്ണുനീര് കരഞ്ഞു പ്രാർത്ഥിച്ചു, രണ്ട് സ്പർശനം അനുഭവിച്ചു, തിരുസാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒന്ന് സ്പർശനോടെ, രണ്ടാമതോടെ സ്പർശനം കിട്ടി, മൂന്നാമത് ഒരു അനുഗ്രഹം കിട്ടി. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടു. നമ്മുടെ സഭയിൽ വരുമ്പോഴും ആരാധനയ്ക്ക് വരുമ്പോഴും ഈ ലക്ഷ്യത്തോടെ വേണം വരാൻ. ഒന്നും കൂടെ ഞാൻ പറയാം, ആരാധനയ്ക്ക് വരുമ്പോ സൺഡേ അല്ലേ എന്ന് കരുതി ആരാധനയ്ക്ക് വരുന്നതിനേക്കാൾ ഉപരി ഇന്ന് ഞാൻ ഒരു അനുഗ്രഹം പ്രാപിച്ചേ പോവുള്ളൂ, ഒരു അനുഗ്രഹം പ്രാപിക്കണം എന്ന് പറഞ്ഞു വന്നിട്ട് ഒന്ന് കരയാൻ ഒരു അവസരം കിട്ടിയാൽ, പാട്ട് പാടുമ്പോഴാകട്ടെ അപ്പൊ കരഞ്ഞാലും മതി, ആ വരി ഒന്ന് ധ്യാനിക്കുന്ന സമയത്ത് കണ്ണുനീര് വന്നാലും മതി. കരയാൻ പറ്റുമെങ്കിൽ സ്തോത്രം. കരയാൻ പറ്റുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, പാട്ടൊക്കെ ധ്യാനിച്ചാൽ ഹൃദയത്തിൽ ദൈവസ്നേഹം വന്ന് നിറഞ്ഞ് ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ച് ആ സ്നേഹം വന്ന് നിറയുമ്പോൾ പ്രസൻസ് ഓഫ് ഗോഡ് തനിയെ വരും, നമ്മൾ കരയും ചെയ്യും. വിഷയം ഒന്നുമില്ലെങ്കിൽ പോലും കരയും. ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ തന്നെയുള്ള അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. കരച്ചിൽ വരും, ശരീരത്തിന് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും, ഒരു ടച്ച് നമ്മൾ അനുഭവപ്പെടും. ഇതൊക്കെ അനുഭവിച്ചവരൊക്കെ അവിടുത്തെ ശ്രദ്ധിക്കുക. ഇതൊന്നും അനുഭവിക്കാത്തവർ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വരാൻ പോകുന്ന കാലഘട്ടം വളരെ പ്രശ്നമാണ്. ദേവദാസൻ ഓർമ്മപ്പെടുത്തിയ പോലെ നിരീശ്വരവാദത്തിന്റെ ഒരു കാലഘട്ടമായി മാറാൻ പോവുകയാണ്. വളരെ പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവമക്കളെ ദൈവമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുത്തെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോ മൂന്ന് കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ഒന്ന്, കരഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. രണ്ട്, ഒന്ന് സ്പർശനം കിട്ടി. മൂന്ന്, അനുഗ്രഹം കിട്ടി. ഇത് മൂന്നും ആരാധന നടക്കണം. സഭായത്തിന് വരുമ്പോൾ എന്റെ ആഗ്രഹം അതായിരിക്കണം, കർത്താവേ എനിക്കൊന്ന് കരയാൻ വരണം എന്ന് പറഞ്ഞു. കരയാൻ വരുന്നേ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, കരയാൻ മാത്രമുള്ള വിഷയമൊന്നുമല്ല, കരയുന്നതിന് അപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് മാത്രമുള്ള വിഷയം കൊണ്ട് നമ്മൾ വന്നിരിക്കുന്നത്. ആർക്കില്ലാത്തത് എത്രയോ വലിയ വിഷയം, സീരിയസ് വിഷയമാണ്. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളിപ്പോ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ആരോടും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വേദന എന്തിനുള്ളിൽ ഒതുക്കുകയാണ്, പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വേദനകൾ ആരോടും പറയുന്നില്ല, പറഞ്ഞാൽ അതിലേറെ പ്രശ്നമാണെന്ന് തോന്നുക. ഇത് പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്താ പറയാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിഹാരം വരുത്താൻ ആർക്കും കഴിയില്ല. മനുഷ്യരാൽ അസാധ്യമായിട്ടിരിക്കുക. അപ്പൊ ഒരു വാക്ക് പറഞ്ഞു പോട്ടെ, കർത്താവിന് കഴിയില്ല എന്ന് പറഞ്ഞ് കർത്താവിന് നുണ പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് ദൈവത്തിന് നുണ പറയാൻ പറ്റില്ല? കുട്ടികൾക്ക് പറയാമോ? Why God cannot say lie? പറഞ്ഞ എന്തോ കുഴപ്പം? ഞാൻ പറയാൻ കുഴപ്പം പറഞ്ഞല്ല, പറഞ്ഞ മനസ്സിലാവും. ഇപ്പൊ കർത്താവ് വെള്ള ഷർട്ടിട്ട് നിൽക്കുക, കർത്താവ് ഒരു നുണ പറയാൻ തീരുമാനിച്ചു.
ഞാൻ ഇട്ടിരിക്കുന്ന ചുവന്ന ഷർട്ടാണ് എന്ന് കർത്താവ് പറഞ്ഞു നോക്കി, എന്ത് സംഭവിക്കും? അടുത്ത നിമിഷം നിങ്ങൾ നോക്കുമ്പോൾ ഇത് വെള്ള ഷർട്ടല്ല, അത് ചുവപ്പായി മാറും. ഇതാണ് പ്രശ്നം. മനസ്സിലായോ? കർത്താവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും. അതാണ് അതിന്റെ കാരണം. ഇത് വെള്ള ഷർട്ടാന്ന് ഞാൻ പറഞ്ഞാൽ ഇത് വെള്ള ഷർട്ട് തന്നെയാണ്, ഇത് ചുവന്ന ഷർട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഓണയാണ്. കർത്താവ് പറയുകയാണ് ഇത് ചുവന്ന ഷർട്ടാന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ അത് ചുവന്ന ഷർട്ടായി മാറും. ഇതാണ് ദൈവത്തിന്റെ പ്രത്യേകത. അല്ലാതെ ദൈവത്തിന് നുണ പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം എന്താണ്ട് വീക്കായി. അങ്ങനെയല്ല എന്റെ കർത്താവ്. കർത്താവ് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും. അപ്പോൾ എന്റെ ദൈവം എനിക്ക് വേണ്ടി ചിലതെന്ന് പറഞ്ഞാൽ, നിന്നെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹമാണ് യാക്കോബിനെ ആകെ പ്രശ്നമാക്കിയത്. യാക്കോബിന്റെ ജീവിതത്തിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടിയതാണ്. അനുഗ്രഹമാണ് യാക്കോബിന്റെ ഒരു പ്രശ്നം. എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ എനിക്ക് അപ്പന്റെ അനുഗ്രഹം കിട്ടി, അതാണ് പ്രശ്നമായി. അപ്പോഴാണ് അമ്മ നിന്ന് കേട്ടത്, നിന്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ കണ്ടു കിട്ടിയ കൊന്നു കളയെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓടിപ്പോക്കോന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയതാണ്. ഇതാ വീണ്ടും വരുന്നു, ചേട്ടൻ വരുന്നു. പ്രശ്നം മനസ്സിലായോ? അനുഗ്രഹം കിട്ടിയവിടെ പ്രശ്നമായത്. നമുക്ക് കിട്ടേണ്ട അടുത്തുനിന്ന് വേണം കിട്ടാൻ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ഇവിടെ പോയിന്റ് പറയാൻ വേണ്ടി പറയാ, ഒരു ചിന്ത പറയാ. എന്താ ചിന്ത എന്ന് പറയും? നമ്മൾ പലതും ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബന്ധത്തിൽ നിന്ന്, സ്വന്തത്തിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആണോ? നമുക്കൊന്നും വേണ്ടാന്ന് തോന്നിയാലും എല്ലാം വേണം. നമുക്ക് കാറ് വേണം, വീട് വേണം, ഇനി വീട്ടിനകത്തെ ഫർണിച്ചർ വേണം. ഇതൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മദീനത്തിന്റെ പുസ്തകത്തിലെ വാക്യം. അതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഉണ്ണാനും നമുക്കത് മാത്രം മതിയോ? ഉണ്ണാനും ഉടുക്കാനും മതിയോ? പോരാ, വീട് വേണം, വീട് മാത്രം മതിയോ? കാറ് വേണം, കാറ് മാത്രം മതിയോ? വീട്ടിനകത്ത് ഫ്രിഡ്ജ് വേണ്ടേ? ഫ്രിഡ്ജ് വേണം. വാഷിംഗ് മെഷീൻ വേണ്ടേ? വാഷിംഗ് മെഷീൻ വേണം. ഇതെല്ലാം വേണം നമുക്ക്. ഒന്നും വേണ്ടാത്തതില്ല. ഉണ്ണാനും എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല അത്. അപ്പൊ നമ്മൾ മുഴുവൻ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത് എന്താ? ഇവിടുത്തെ ബ്ലെസ്സിങ്സ് കിട്ടാൻ വേണ്ടി, ഭൂമിയിൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഭൂമിയിൽ അനുഗ്രഹം കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും. കർത്താവ് തരാതിരിക്കൊന്നുമില്ല. എല്ലാ ഭൂമിയിലെ അനുഗ്രഹങ്ങളും നമുക്ക് തരും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ദുഃഖത്തോടു കൂടിയ അല്ലേ അനവധി നന്മ കിട്ടിയിട്ട് എന്താ കാര്യം? ഈ അനുഗ്രഹത്തിന്റെ പിന്നാലെ ഒക്കെ എന്ത് സംഭവിക്കും? ദുഃഖമുണ്ട്. ഉണ്ടോ? വീട് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായ വീടിന് സ്ഥലം പോരാ, ഒരു എക്സ്റ്റൻഷൻ എടുത്താൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിലും നല്ലൊരു വീട് കിട്ടില്ലേ? ഒന്നും തൃപ്തി വരില്ല. എന്നാൽ ദൈവമക്കളെ, നമ്മൾ ആ ലൈനിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ പറയണം, കർത്താവേ അങ്ങിൽ നിന്നൊരു അനുഗ്രഹം കിട്ടിയാൽ പ്രശ്നമൊന്നുമില്ല, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും, ആ അനുഗ്രഹം നിലനിൽക്കുകയും ചെയ്യും. ഈ അനുഗ്രഹം ആഗ്രഹിക്കാറുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്ന മുഴുവൻ മെറ്റീരിയൽ ബ്ലെസ്സിങ് ആണ്, അല്ലെങ്കിൽ വേൾഡ്ലി ബ്ലെസ്സിങ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് നിർത്തിയിട്ട് കർത്താവേ, യാക്കോബ് പ്രാർത്ഥിക്കേണ്ട വിഷയം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഏശാവിനെ കർത്താവെ തടുത്ത് നിർത്തണമേ, ലാവാനെ ഓടിച്ചു വിടണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. ഇതൊന്നും അല്ല പ്രാർത്ഥിച്ചത്. എനിക്ക് ആവശ്യം അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയാൽ മതി. ലാവാൻ പോകേണ്ടവർക്ക് ലാവാൻ പൊക്കോളൂ, ഏശാവ് മായപ്പെടേണ്ടടുത്ത് ഏശാവ് മായപ്പെട്ടോളും, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അപ്പൊ ദൈവിക അനുഗ്രഹം കൊണ്ട് മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുള്ളൂ. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, നമുക്ക് പറ്റുന്ന മറ്റൊരു പ്രശ്നം കൂടെ പറയാൻ പറ്റും. അപ്പൊ ഒന്നാമത് നമുക്ക് വേണ്ടുന്നത് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കണം. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം തന്റെ പദ്ധതിയിലേക്ക് നമ്മളെ വിളിക്കും. അതാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ദൈവത്തിന് ഓരോരുത്തരോടും വ്യക്തിപരമായി പദ്ധതികളുണ്ട്. ദൈവം എന്നോട്, ഞാൻ കർത്താവുമായിട്ട് അടുത്ത് വന്ന കർത്താവ് തന്റെ ഹിതം എന്നെ അറിയിക്കും. നിന്റെ ഹിതം അറിയാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവത്തിന്റെ ഹിതം അറിയാൻ പ്രിയപ്പെടുന്നു. ഇതാണ് നമ്മൾ മാഞ്ഞു വരുന്നത്. അപ്പൊ ദൈവം പറയും, നിന്നോട് പറയാനുള്ള വ്യക്തിപരമായ കാര്യം പറയും. ജനറലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഭൂലോകം എങ്ങും പോയി നിന്നോട് സുവിശേഷം അറിയിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ജനറലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നോട് സ്പെഷ്യലായിട്ട് പറയും, നീ ഇന്ന വീട്ടിൽ പോകണം, ഇന്നടുത്ത് പോയി അവരോട് സുവിശേഷം പറയണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വീട്ടിലേക്ക് പോയി. ആ വീട്ടിലേക്ക് അന്വേഷിച്ച് തന്നതാണ്. വീടൊരു കുടിലായിരുന്നു. 4 വലിയ കല്ല് പണിതിട്ടുള്ളൂ. അതായത് ഒരു 34 ഫീറ്റ്. അത് കഴിഞ്ഞ് കുറച്ച് ഓല വെച്ച് ഒരു ഷെഡാണ്. ആ വീടിനകത്ത് കയറണമെങ്കിൽ കുനിഞ്ഞ്, ഞാൻ നന്നായി കുനിയണം, നല്ല അകത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അത് കയറി കഴിഞ്ഞാൽ നിൽക്കാം. അപ്പൊ ഞാൻ ചെന്നപ്പോ പാസ്റ്ററെ സ്വീകരിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്.
അവരൊരു കീറപ്രായം ഉടനെ നിലത്ത് വിരിച്ചു. എനിക്ക് ഇരിക്കാൻ ആ പ്രായമുള്ളൂ, പക്ഷെ എനിക്കന്ന് ഇരിക്കാൻ പറ്റില്ല നിലത്ത്. കാലിൻ്റെ ലിഗ്മെന്റ് പ്രശ്നമായിട്ട് കിടക്കുന്ന സമയം. ഞാൻ വളരെ വിഷമിച്ചു. ഞാൻ പറഞ്ഞു ഇരിക്കുന്നില്ല, ഞാൻ നിന്നിട്ട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ആ വിഷമമായി. അപ്പോൾ അവർ വീടിൻ്റെ ബാക്കിലേക്ക് ഓടിപ്പോയി ഒരു കസേര കൊണ്ടുവന്നു. ആ കസേരയ്ക്ക് കൈയൊന്നുമില്ല, ഒടിഞ്ഞതാ, കഷ്ണങ്ങൾ പോയ ഒരു കണ്ടായിരിക്കാൻ തോന്നില്ല. പക്ഷെ അത് കൊടുത്തിട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. ആ വീട്ടിലെ കർത്താവിനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ അവരോട് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വരുന്നുണ്ട്, ആ വീട് ഞങ്ങൾക്ക് ഇഷ്ടമില്ല, അടുത്ത ആഴ്ച വീണ്ടും വരുന്നു പറഞ്ഞാൽ ഞാൻ ചെന്നപ്പോൾ 2 കസേരയും കൊണ്ടുപോയി. അവർക്ക് 2 കസേര കൊണ്ടിട്ട് കൊടുത്തു. എന്നിട്ട് ആ വീടുമായിട്ടൊരു കണക്ഷൻ വന്നപ്പോൾ ദൈവത്തിന്റെ നിയോഗമായിരുന്നു. ആ വീട്ടിൽ 2 കുഞ്ഞുങ്ങളെ ആൺമക്കളെ സ്നാനപ്പെടുത്തി. അവരുടെ ജ്യേഷ്ഠ സഹോദരനെ, അനിയൻ സഹോദരനെ ഞാനാ സ്നാനപ്പെടുത്തി. അവരൊക്കെ സ്നാനപ്പെടുത്താൻ എനിക്ക് ദൈവം അവസരം കിട്ടി. അപ്പൊ ദൈവത്തിന്റെ ഒരു നിയോഗം കിട്ടിയൊരു വീട്ടിലേക്ക് പോയാൽ അവിടെ വിജയമാണ്. അപ്പൊ ദൈവം നമ്മളോട് വ്യക്തിപരമായിട്ട് പറയും ഇവിടെ പോകണം, അവിടെ പോകണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കണം. അപ്പൊ ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. എന്നാൽ നമുക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയാം. വായിക്കാം റോമാലേഖനം, നമുക്ക് പരിചയമുള്ള വാക്യം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നത് വായിച്ചോ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ അറിയേണ്ടത്? കർത്താവിനോട് വച്ചിരുന്നാൽ കർത്താവ് നമ്മളോട് സംസാരിക്കും. ആ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതിന് കാരണം എന്താ? ദൈവത്തെ സ്നേഹിക്കുന്നവർ. നമുക്കപ്പോൾ പദവി കിട്ടി. എന്താ കിട്ടുന്നത്? ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി. പറ്റിയിരിക്കാന്ന് പറഞ്ഞ സ്നേഹം വന്നിട്ടേ പറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് അതിന് വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ സ്നേഹം വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, നിർണയപ്രകാരം എന്ന് പറഞ്ഞാൽ പദ്ധതിക്കായി വിളിച്ചിരിക്കുന്നതാണ് ശരിയായ ഭാഷ. ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മെ വിളിക്കും. വിളിച്ചിട്ട് പറയും, തട്ടി ഉണർത്തി പറയും, നിനക്ക് വേണ്ടി ഒരു പദ്ധതി ഉണ്ട്, ഇന്നൊരു കാര്യം നീ ചെയ്യണം. അങ്ങനെ വിളിക്കപ്പെട്ടവർക്ക് ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ ആ പദ്ധതിക്ക് വേണ്ടി പോവുകയാണെങ്കിൽ അതിനിടയ്ക്ക് വരുന്ന എല്ലാ വിഷയങ്ങളും എനിക്ക് പോസിറ്റീവാക്കി തോന്നും. നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും മുന്നിൽ കാണുന്നത്. കർത്താവ് പറഞ്ഞിട്ടാ പോകുന്നെങ്കിൽ, കർത്താവിന്റെ നിയോഗപ്രകാരമാണ് ഞാൻ പോകുന്നെങ്കിൽ എല്ലാം നന്മയ്ക്കായിട്ട് തീരും. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് അറിയും? നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സേവിക്കാൻ തുടങ്ങി, പക്ഷെ നന്മയൊന്നും കാണാനില്ല. ഒന്നും നന്മയായിട്ട് വ്യാപരിക്കുന്നതും കാണാനില്ല. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചല്ല നമ്മൾ പോകുന്നത്. ദൈവം പറഞ്ഞ പദ്ധതി കേൾക്കാൻ നമ്മൾ മനസ്സില്ല, കേട്ടനുസരിക്കുന്നില്ല, അതനുസരിച്ചല്ല പോകുന്നു. അങ്ങനെ നമ്മൾ പോകാൻ തുടങ്ങിയ കാര്യങ്ങൾ വിജയിച്ചു. ഇല്ലെങ്കിൽ സംഗതി പ്രശ്നമാണ്. അബ്രഹാമിനോട് പറഞ്ഞു, പേഴ്സണലായിട്ട് കണക്ഷൻ വന്നപ്പോൾ, നീ നിന്റെ സ്വന്തം ജനത്തെയും പിതൃഭവനത്തെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്, സ്ഥലമൊന്നും പറഞ്ഞില്ല, പുറപ്പെടാൻ പറഞ്ഞു. അബ്രഹാം പുറപ്പെട്ടു. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ എന്താ പറ്റിയ പ്രശ്നം എന്ന് അറിയാമോ? സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രശ്നം പറ്റി. അബ്രഹാമിനോട് പറഞ്ഞത് പിതൃഭവനത്തെ സ്വന്തക്കാരെയൊക്കെ വിട്ടിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു. പുറപ്പെട്ടപ്പോൾ ആരുണ്ട് കൂടെ? തേരഹുണ്ട്, അപ്പൻ തേരഹുണ്ട്, സഹോദരപുത്രൻ ലോത്തും ഉണ്ട്. ഇവര് പുറപ്പെട്ടു കഴിഞ്ഞപ്പോ ഗൈഡ് ചെയ്യാനാണെന്നറിയോ? തേരഹാണ് മുന്നിൽ നടക്കുന്നത്. തേരഹിനോടൊപ്പം ഇവര് നടക്കുക. കാര്യങ്ങളൊന്നും ലെവല് വരുന്നില്ല. അതാണ് കുറെ ലാഗ് വന്നതിന് കാരണം. അബ്രഹാമിന്റെ ജീവിതത്തിൽ കുറെ ലാഗ് വരാനുള്ള കാരണം അതാണ്. തേരഹ് മരിച്ചതിന് ശേഷമാണ് അബ്രഹാം ഡയറക്ഷൻ എടുക്കുന്നത്. നിങ്ങൾ അവിടെ ഭാഗം വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുമോ? നമ്മളതങ്ങനെ വായിച്ച് വിട്ടുപോയാറിനാണ് പോകുന്നത്. അപ്പോൾ തേരഹ് അല്ല നടത്തേണ്ടത്, അതല്ല കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ പദ്ധതിയിലെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അനുസരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാര്യങ്ങൾക്കൊക്കെ താമസം വരും, മൊത്തം താമസം വരും. അപ്പോൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി മകൻ ലഭിക്കാൻ താമസിച്ചു, ഇസ്ഹാക്കിനെ ലഭിക്കാൻ താമസിച്ചു. പദ്ധതി വൈകണമെന്ന് കണ്ടപ്പോൾ ദൈവിക ആലോചന വിട്ടിട്ട് സാറയുടെ ആലോചന അബ്രഹാം സ്വീകരിച്ചു. വൻ ചതിയായി മാറി. അത് വൻ പ്രശ്നമായിട്ട് മാറി. വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്ക് അറിയുന്നതുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെയാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യും? ദൈവിക പദ്ധതി പോകുന്ന സമയത്തും ഒരല്പം താമസം വന്നാൽ അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. നമ്മളുണ്ടാകുന്ന ചെറിയ ഫോൾട്ടുകളാണ് ചിലത് താമസം വരുത്തുന്നത്. ആ താമസം വരുന്നത് കാണുമ്പോൾ നമ്മൾ അവരുടെ ആലോചനയും ഇവരുടെ ആലോചനയൊക്കെ നമ്മൾ സ്വീകരിക്കും. മനസ്സിലായോ? ഇത് വരരുത്. ആലോചന കിട്ടാൻ വേണ്ടി പാസ്റ്ററോട് ചോദിക്കണ്ട, അല്ലെങ്കിൽ മറ്റൊരാളോട് ചോദിക്കണ്ട.
അവർക്ക് ആലോചന ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാതെ അവരും വന്ന് നിങ്ങളോട് പറയും. മനസ്സിലായോ? പകരം നമ്മൾ ചോദിക്കേണ്ടത് നമ്മൾ നേരിട്ട് ദൈവത്തോട് ചോദിക്കണം. അതിനുള്ള പ്രാഗൽഭ്യം നമുക്ക് വേണം, ഒരു അടുപ്പം നമുക്ക് വേണം, ദൈവശബ്ദം കേട്ടു തുടങ്ങും. അതിനുവേണ്ടി ഒരു വളർച്ചയാണ് ദൈവങ്ങളെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവസഭയെ കുറിച്ച് ദൈവത്തിന് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ വൈകിയൊന്നും തരാതിരിക്കില്ല, അതെല്ലാം നമുക്ക് ലഭിക്കും, കിട്ടും. ഒരു വാക്യം കൂടെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. 84 സംഖ്യത്തിന് 11-ാമത്തെ വാക്യം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകും. 84 Psalms 84:11. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരില്ല. അബ്രഹാമേ, നിനക്ക് മുടക്കം വന്നോ? ഒരല്പം താമസം വന്നു എന്നല്ലാതെ മുടക്കം വന്നില്ല. താമസം വന്നു എന്നല്ലാതെ മുടക്കം വന്നില്ല. ഇപ്പൊ 2 പ്രധാനപ്പെട്ട കാര്യം ഓർക്കുക. എന്താ 2 പ്രധാനപ്പെട്ട കാര്യം? ദൈവവുമായിട്ടൊരു ബന്ധം വന്നാൽ ദൈവം നമ്മെ വിളിക്കും, പദ്ധതിക്കായിട്ട് വിളിക്കും. ദൈവം നമ്മെ പദ്ധതിക്കായിട്ട് വിളിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണം എന്താണെന്നറിയാം. ആത്മസ്നാനം നടത്തും. ദൈവത്തിന്റെ ഒരു പദ്ധതിക്കായിട്ട് ദൈവം ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ആത്മസ്നാനം നടത്തും. അതിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അന്യഭാഷയിൽ സംസാരിക്കും. ഇതൊക്കെ പണ്ടത്തെ ദൈവദാസന്മാർ പറയരുത്. അന്യഭാഷയിൽ സംസാരിക്കണം, നീ പ്രാപിക്കണം, കൃപ പ്രാപിക്കണം എന്നൊക്കെ പറയും. നമ്മൾ പറഞ്ഞുകൊണ്ട് അന്യഭാഷ പ്രാപിക്ക് കിട്ടുമോ? നമ്മൾ ക്ലോസ്നെസ് എത്തണം. അയ്യോ, എത്ര അറിഞ്ഞ് നിലവിളിക്കുന്നൊക്കെ സംഭവം മനസ്സിലായോ? ഞാനൊക്കെ ഒത്തിരി നിലവിളിച്ചു. 7 ദിവസം നിലവിളിച്ചായിരുന്നു. കർത്താവെ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. ആ 7 ദിവസത്തെ നിലവിളിയുടെ ഇടയിൽ ഞാൻ ഏറ്റു പറയാത്ത ഭാഗങ്ങളൊന്നുമില്ല. നിലവിളിച്ച് അടുപ്പം വന്ന് ആ ഒരു ബന്ധം വന്നപ്പോഴാണ് കർത്താവ് എന്നെ വെറുതിക്കായിട്ട് വേർതിരിച്ചത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ദൈവികമായ ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിച്ചപ്പോഴാണ്. അതിന്റെ ലക്ഷണമായിട്ട് ആത്മസ്നാനം ദൈവം നടത്തി. നമുക്കറിയാം, ആലയത്തിൽ ഏതെങ്കിലും ഉപകരണമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒരു സ്നാനം നടത്താനുണ്ട്, ഒരു കഴുകൽ നടത്താനുണ്ട്. ആ കഴുകൽ നടത്തുന്ന ആത്മാവിൽ നടത്തുന്ന ഒരു കഴുകലാണ്. ആ ആത്മാവിൽ ഒരു കഴുകൽ നടത്തുന്നതാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ. ആ സ്നാനം നടത്തുന്നതിന്റെ പ്രത്യക്ഷമായ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അവർ അന്യഭാഷ പറയും. അപ്പോൾ അന്യഭാഷയിൽ പറയുന്നവരെ, സംസാരിക്കുന്നവരെ ഓർക്കുക, നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്, ദൈവീക പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. അത് വ്യക്തമായി അനുഭവിച്ചറിയാൻ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിക്കണം. ഞാൻ വിട്ടുപോയോ ഈ പദ്ധതിയിൽ നിന്ന്, എന്നെ വിളിച്ച വിളിയിൽ നിന്ന് ഞാൻ മാറിപ്പോയോ, എന്നെ കുറിച്ചുള്ള ഉദ്ദേശത്തിൽ നിന്ന് ഞാൻ നീങ്ങിപ്പോയോ എന്ന് നമ്മളൊന്ന് അറിയുകയും ഉറപ്പാക്കുകയും വേണം. അല്പം ഗൗരവമുള്ള വിഷയം പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം വയ്യായിരിക്കരുത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നും നമ്മൾ സന്തോഷിച്ച് ആത്മാവിൽ നൃത്തം ചെയ്ത് പോയിട്ട് കാര്യമില്ല. നമ്മളല്ലെങ്കിൽ വിഷമിച്ച് കരയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് പറ്റുന്ന പ്രശ്നം എന്താ? കാര്യങ്ങൾ താമസിക്കുന്നു, നന്മയൊന്നും ലഭിക്കുന്നില്ല. നന്മ എത്രയോ കിട്ടാൻ കിടക്കുക, ആ നന്മ കിട്ടുന്നില്ല. എന്തുകൊണ്ട്? നന്മ മുടങ്ങുന്നു. ഇതിനെല്ലാം കാരണം ഒന്നേ ഉള്ളൂ, നമ്മൾ ദൈവിക പദ്ധതിയിൽ പോകണം. അപ്പോൾ ദൈവിക പദ്ധതി പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് 2ാമത്തെ വാക്യത്തിൽ മനസ്സിലായത്. ദൈവിക പദ്ധതി പോകുന്നവർ നേരോടെ നടക്കണം. ഇടയ്ക്ക് സാറയുടെ വാക്ക് കേൾക്കരുത്. പ്രശ്നം മനസ്സിലായോ? മറ്റൊരു ഉപദേശം അനുസരിച്ച് നന്മയ്ക്ക് വേണ്ടിയുള്ള വഴി തിരഞ്ഞെടുക്കരുത്. നമ്മുടെ നന്മ കിട്ടാൻ വേണ്ടി, ഭൗതിക നന്മയ്ക്ക് വേണ്ടി നമ്മുടേതായ പ്ലാനും പദ്ധതിയൊക്കെ നമ്മൾ എടുക്കും. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഓവർടൈം ചെയ്യണോ വേണ്ടെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, കർത്താവാണ് തീരുമാനിക്കേണ്ടത്. നമ്മളെങ്കിലും തീരുമാനിക്കേണ്ടത്. നല്ല ഓവർടൈം ചെയ്യാൻ പറ്റുള്ളൂ, നല്ല നമുക്ക് നമ്മളെ കിട്ടുള്ളൂ. പക്ഷെ അതിന് നന്മയുണ്ടോ തിന്മയുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിന് മുമ്പ് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ചെയ്യാറില്ല. പ്രശ്നം മനസ്സിലായി? ഓവർടൈം കിട്ടാൻ പോകുന്ന ശമ്പളമൊക്കെ ഓർക്കുമ്പോൾ, പൈസ കിട്ടുമ്പോൾ ഒന്ന് ചാടി വീഴുക. കർത്താവേ, ഞാൻ നിൽക്കണോ വേണ്ടേ? ചിലപ്പോൾ നീ നിന്നാൽ മതി, നിന്റെ കയ്യിൽ വേദനയായി, കാലിന് വേദനയായി, അത് പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കർത്താവ് പറയാം, വിലക്കിയാൽ, ആത്മാവ് വിലക്കിയാൽ. ഈ വിധത്തിൽ എല്ലാ വിഷയത്തിലും നമുക്ക് ചോദിക്കാനും പറയാനും പറ്റും. കർത്താവുമായിട്ട് കണക്ഷൻ നിലനിർത്തുകയാണ്. പോകുമ്പോഴും പ്രാർത്ഥന, കാര്യങ്ങളിലെല്ലാം പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരു മിസ്റ്റേക്ക് പറ്റില്ല, നന്മ ഒന്നും മുടങ്ങില്ല. ഇല്ലെങ്കിൽ നമ്മളെന്ത് പറയും? രാത്രി മുഴുവൻ അധ്വാനിച്ചു. നമ്മൾ ചെയ്ത ഓവർ ടൈമിനനുസരിച്ചൊക്കെ കിട്ടിയതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ മില്ലിനേഴ്സ് ഒക്കെ ആയിട്ട് സമയം കഴിഞ്ഞു പോയാൽ. ഇതിപ്പോ എന്താന്ന് നോക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ പറയണത്? നാട്ടിൽ പോകാൻ ഇനി പൈസയുടെ കാര്യം ഇനിയിപ്പോ എന്ത് വേണമെന്ന് ആലോചിക്കും. അപ്പൊ ഈ കിടന്ന് അധ്വാനിച്ചതൊക്കെ ഓടിയതൊക്കെ എവിടെ പോയി? പ്രശ്നം മനസ്സിലായി? ഈ ഓട്ടസഞ്ചിയിലെ പണമിട്ട പോലെ ആകരുത്. നമ്മൾ അധ്വാനിച്ച് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അത് ഉപയോഗത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ദൈവമായിട്ടൊരു കണക്ഷനിൽ ദൈവാലോചന ചോദിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോ
ഈ പദ്ധതിക്ക് പോകുന്ന സമയത്ത് നേരോടെ നടക്കണം, മറ്റാലോചന എടുക്കരുത്. നേരോടെ നടക്കണം, നേര് തെറ്റരുത്, ആലോചന വിട്ടുമാറരുത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം 34 സംഘത്തിന് 10-ാം വാക്യം. ബാലസിംഹങ്ങളുടെ ഇരയിട്ടാവ് വിശദിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ. അപ്പൊ പോയിന്റ് കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞത് മനസ്സിലായോ? യഹോവയെ അന്വേഷിക്കണം. ഏത് കാര്യത്തിനും കർത്താവിനൊന്നും പറയാതെ ഒരു കാര്യം ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം? നിസ്സാര കാര്യമാണെങ്കിൽ ഒന്ന് പറഞ്ഞ്, കർത്താവേ ഞാൻ പാത്രം കഴുകാൻ പോവാന്ന്. അത് നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞിട്ടൊന്ന് പോയി നോക്കിയേ. പാത്രം കഴുകാൻ നിങ്ങൾക്ക് വശനായിട്ട് തോന്നില്ല. നിങ്ങളറിയാതെ സ്തോത്രം പറയാൻ തുടങ്ങും. നിങ്ങളറിയാതെ മനസ്സിൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് പകരം മടുത്തു പണിയൊക്കെ ചെയ്തിട്ട് എന്നും ഇത് തന്നെ. എത്ര പാത്രം ഇവിടെ കിടക്കുന്നത്, കഴിക്കാനും തീരത്തില്ല. ഇതൊക്കെ കയറി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മൈൻഡും പോയി, എല്ലാ മനസ്സിലും പോയി. പിശാച് വർക്ക് ചെയ്യാൻ തുടങ്ങും, അവിടെ പണിയെടുക്കാൻ തുടങ്ങും. നമ്മൾ ക്ഷീണിച്ചു പോകും. അതിന് പകരം കർത്താവ് ഞാൻ പാത്രം കഴിയാൻ പോകണമെന്നൊന്നും പറഞ്ഞു. എത്രയും പറഞ്ഞിട്ടുള്ളൂ. തുടങ്ങുമ്പോൾ കർത്താവ് സ്തോത്രം സ്തോത്രം. മമ്മിയൊക്കെ പാത്രം കഴിയുന്ന സമയത്ത് പണ്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ആരെ പറഞ്ഞു കൊടുത്തത്? ഏതോ ദേവാസം പറഞ്ഞു കേട്ടതാ. കർത്താവേ ഈ പാത്രം കഴി ശുദ്ധിയാക്കുന്ന പോലെ കർത്താവ് എന്നെ ഒന്ന് കഴി ശുദ്ധീകരിക്കണേ. ഞാൻ അർത്ഥപ്പെട്ടു പോയിട്ടുണ്ട്. മമ്മി പ്രാർത്ഥിക്കുക, ഈ പാത്രം കഴിക്കുന്ന പോലെ എന്നെ ഒന്ന് കഴി ശുദ്ധീകരിക്കണം. മമ്മിക്ക് സ്വന്തമായിട്ട് കിട്ടിയതൊന്നല്ല, ആരോ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു കേട്ടതാ. പക്ഷെ പ്രാക്ടീസ് ചെയ്യരുത്. പണ്ടത്തെ അമ്മച്ചിമാരും അപ്പച്ചമാരൊക്കെ മാസ്റ്റർമാര് പറഞ്ഞ വേദവാക്യമായിട്ട് എടുക്കുന്ന പറയുന്നു. നമ്മള് വേദവാക്യം നേരിട്ട് വേദം മോദി തന്നാൽ പോലും നമുക്കത് നിസാര കളിവാക്കായിട്ട് തോന്നുക. ലോകത്തിന്റെ മരുമക്കളാണ് നമ്മളൊക്കെ. അമ്മായിപ്പം എന്ന് പറഞ്ഞപ്പോ എന്ത് തോന്നി? കളി പറയുന്നെന്ന് തോന്നി. ഇപ്പോൾ നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മളൊക്കെ ലോകത്തിന്റെ മരുമക്കളായിട്ടിരിക്കുക. ഇതാണ് പ്രശ്നം. എന്നാൽ ഇതൊന്നും അനുസരിക്കാൻ തുടങ്ങിയാൽ വിജയിക്കും. അപ്പൊ യഹോവയെ അന്വേഷിക്കുക എന്ന ഒരു പദ്ധതിയാണ് അതിൽ കാര്യങ്ങൾ. ആ രീതി പോയാൽ മുടങ്ങില്ല. ഇനി അതായത് സുവിശേഷം മാത്യു ചാപ്റ്റർ 7:11. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം. അടുത്തത് കിട്ടി. ദൈവം നമ്മെ വിളിച്ചവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചോദിക്കാതെ നന്മ കിട്ടില്ല. നന്മ നമുക്ക് ചോദിക്കാം. ചോദിക്കേണ്ട നന്മ ഞാൻ പറഞ്ഞു. ഏതാ നന്മ? ഒരെണ്ണം പറഞ്ഞു, ഹെവൻലി ബ്ലെസ്സിങ്സ്. ഹെവൻലി ബ്ലെസ്സിംഗ് ആണ് നമ്മൾ ചോദിക്കേണ്ടത്. എർത്തലി ബ്ലെസ്സിങ് ചോദിക്കരുത്, ഹെവൻലി ബ്ലെസ്സിങ് ചോദിക്കണം. അങ്ങനെയാണോ ശരി? നന്മയും കരുണയും നിന്റെ ആഴ്ചക്കാലമൊക്കെ നിന്നെ അത് പിന്നാലെ വന്നോളുന്നു. ഈ എർത്തലി ബ്ലെസ്സിങ്സ് ഒക്കെ പിന്നാലെ വരുന്നതാ. ഹെവൻലി ബ്ലെസ്സിങ്സ് ചോദിച്ചു മേടിക്കേണ്ടതാ. നമ്മൾ തിരിച്ചാ. ഹെവൻലി ബ്ലെസ്സിങ്സ് നമ്മൾ ചോദിച്ചു മേടിക്കില്ല. എർത്തലി ബ്ലെസ്സിങ്സ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും? ചോദിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചും മല്ല് പിടിച്ചു പ്രാർത്ഥിച്ചും നമ്മളതൊക്കെ നേടും. ഇതാണ് നമുക്ക് തെറ്റായ കാര്യം. അതൊന്ന് തിരുത്തണം. അതാണ് അടുത്ത കാര്യം. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് 4:19. ഫിലിപ്പിയൻ ചാപ്റ്റർ 4:19. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പൊ ക്രിസ്തുവിൽ വസിക്കാതെ ക്രിസ്തുവിൽ നിന്ന് നീങ്ങിപ്പോയാൽ ഒന്നും കിട്ടില്ല. സമയം തോന്നും. 2 വാക്യം കൂടെ ഞാനൊന്ന് വായിച്ചോടെ നിർത്താം. യെരമ്യാ പ്രവചനം 32:42. ജെരമ്യ ചാപ്റ്റർ 32:42. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിന് ഈ വലിയ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരും. വാഗ്ദത്തം ചെയ്ത എല്ലാ നന്മയും കർത്താവ് നമുക്ക് തരും. ഗ്യാരണ്ടിയാണ്. ഇതുവരെ അനർത്ഥമൊക്കെ സംഭവിച്ചതൊക്കെ ശരിയാ. പക്ഷെ ഇന്ന് ഒന്ന് റിപ്പന്റ് ചെയ്താൽ കർത്താവേ എന്നോട് ഇടപെട്ടല്ലോ, എന്റെ ചില ചിന്തയിൽ വന്ന ചില ചിന്തകൾക്കുള്ള മറുപടി കിട്ടി എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു സമർപ്പണത്തോടെ എന്ത് പ്രാർത്ഥിച്ചാൽ ഈ അനർത്ഥമൊക്കെ നിർത്തും. ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ ഇത് പരിഹാരം വരും. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവെ ഞാൻ വരുമ്പോൾ മനസ്സിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കർത്താവെ എന്നെ ഭാരപ്പെടുത്തി എന്നെ അലട്ടുന്ന വിഷയങ്ങള്, നാടുകളായി തലട്ടുന്ന വിഷയങ്ങള്, കർത്താവെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് എന്റെ നന്മ തടയപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾക്ക് പരിഹാരം വരുത്തി കർത്താവ് പറയുക, വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും തലമുറയ്ക്ക് വേണ്ടുന്ന നന്മ കർത്താവ് തന്നിരിക്കും. നിന്റെ ഹെൽത്തിന് വേണ്ടുന്ന നന്മ ദൈവം തന്നിരിക്കും. എല്ലാ നന്മയും
തരും എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുക. സഭാപ്രസംഗത്തിന്റെ 12 ഇങ്ങനെ പറയുന്നു, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. നിശ്ചയമായി അറിയുന്നു. നമുക്കൊരു ഉറപ്പ് വേണം. എന്താ കാരണം? അവിടെ ഒരു പോയിന്റ് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തെ ഭയപ്പെടണം. നമുക്ക് ഒട്ടുമില്ല ഭയം. കർത്താവ് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലും നമുക്ക് ഭയമൊന്നുമില്ല. ഇങ്ങനെ പോകാലോ, അത് വലിയ പ്രശ്നമാണ്. ദൈവത്തെ ഭയപ്പെടുകയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ ലഭിക്കുള്ളൂ. ബൈബിളിൽ പറഞ്ഞ അനുഗ്രഹം എന്താ കിട്ടാത്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വ്യസനിക്കുന്നത്. നമ്മൾ സ്നേഹിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു, സഭായത്തിന് പോകേണ്ട സ്വത്രാഴ്ച ഇടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ കിട്ടാത്തത്? എന്നിട്ടും ദൈവം എന്നോട് ഇടപെടുന്നില്ല. ദൈവം എന്നെ കൈവിട്ടു. ദൈവം എന്നെ കൈവിട്ടിട്ടൊന്നുമില്ല. നീ വ്യവസ്ഥ പാലിക്കുന്നില്ല എന്നൊരു കുഴപ്പമില്ല. വ്യവസ്ഥയിലേക്ക് മടങ്ങി വന്നാൽ പ്രവചനം 1:19 പറയുന്നത്, 1:19 പറയുന്നത്, നിങ്ങൾ മനസ്സിൽ വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. നിങ്ങൾ മനസ്സിൽ വെച്ച് കേട്ടനുസരിക്കുന്നെങ്കിൽ ദേശത്തിലെ നന്മയും കൂടെ നിങ്ങൾക്ക് വരും. നമ്മളിപ്പോ മനസ്സ് പുതുക്കി ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ കർത്താവ് നമുക്ക് സകല നന്മയിൽ നിന്ന് നമ്മെ വഴിയിടും. ഇതിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കും.